ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കുരിശിൽ കിടന്നുകൊണ്ടുള്ള കർത്താവിൻ്റെ നിലവിളി ഇന്നും പല മനുഷ്യരിലൂടെയും ആവർത്തിക്കപ്പെടുന്നുണ്ട്. നീതിമാന്മാർ അകാരണമായിട്ട് ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ, തെറ്റ് ചെയ്യാത്തവർ അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ, നിസ്സഹായരായവർ, ആരോരുമില്ലാത്തവരെല്ലാം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ചോദ്യം ഭൂമിയിൽ ആവർത്തിക്കപ്പെടുകയാണ്. പലപ്പോഴും ഉത്തരമില്ലാതെ തന്നെ ഈ ചോദ്യം അവസാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വലിയ സഹനങ്ങൾ? എന്തുകൊണ്ടാണ് ഈ വലിയ പീഡാനുഭവങ്ങളിലൂടെ മനുഷ്യൻ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്നത്? പലപ്പോഴും അവൻ അതിന് ഉത്തരവാദിയല്ല. അവൻ അർഹിക്കാത്ത പല സഹനങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോവുകയാണ്. എന്തുകൊണ്ട് ഇത് എന്നുള്ള മനുഷ്യരാശിയുടെ ചോദ്യത്തിന് ഇന്ന് വരെ തൃപ്തികരമായ ഉത്തരങ്ങളൊന്നും നൽകപ്പെടുന്നില്ല. ദൈവപുത്രനായ ഈശോ പോലും ഈ ചോദ്യം ചോദിക്കുകയാണ്. നമുക്ക് പറയാനായിട്ട് സാധിക്കുക, ഈ ചോദ്യത്തിന് ശരിയായ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കോ അവൻ്റെ കഴിവിനോ അവനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഉത്തരം ലഭിക്കുക അസാധ്യമാണ്. മറിച്ച് നമുക്ക് ആശ്വസിക്കാനും വിശ്വസിക്കാനും മുൻപോട്ട് പോകാനുമായിട്ടുള്ളത് ഇതെല്ലാം ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ്. സ്വപുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പിതാവായ ദൈവത്തോട് ചോദിക്കുമ്പോൾ പിതാവ് ഉത്തരമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ മകൻ പിതാവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് കണ്ണുകളടയ്ക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്നുണ്ട് സംഭവിക്കുന്നതെല്ലാം പിതാവിൻ്റെ അറിവോടുകൂടെയാണ്. ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്ന കനൽ വഴികൾ, നമ്മൾ ഉത്തരമില്ലാതെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം ഈ ഒരു ആശ്വാസത്തിൽ അവസാനിക്കട്ടെ. എൻ്റെ വേദനകളും എൻ്റെ നൊമ്പരങ്ങളും, കാരണമില്ലാതെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും ദൈവം അറിയുന്നുണ്ട്. എനിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല എങ്കിലും തമ്പുരാന് അതിനെല്ലാം ഉത്തരമുണ്ട്. അവൻ തീർച്ചയായിട്ടും നമുക്ക് നീതി നടപ്പിലാക്കി തരും. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.